ശ്രീ പി വി ശ്രീനിജിൽ. സർ, രഹസ്യ സ്വഭാവം പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അഴിമതിയും സ്വജനപക്ഷപാതവും ഉൾപ്പെടെയുള്ള പരാതികൾ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച ആപ്ലിക്കേഷനിൽ നമുക്ക് നേരിട്ട് പരാതി കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് വകുപ്പ് അതിനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും അതൊരു വളരെ വിശാലമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് രൂപീകരിക്കേണ്ടതാണ്. കാരണം പലയിടങ്ങളിലും ഇത്തരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഇപ്പോൾ പരാതി എന്ന പോർട്ടലുണ്ട്, അല്ലെങ്കിൽ റവന്യൂ മിത്രമുണ്ട്, അതിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെയുള്ള ഒരു പ്രയാസം ഇപ്പോൾ നേരിടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഏറ്റവും രഹസ്യമായി ഇത്തരം വിവരങ്ങൾ നൽകുന്നവരുടെ രഹസ്യമായി അവരുടെ പേരുകളും വിശദാംശങ്ങളും സൂക്ഷിച്ചു വെച്ചുകൊണ്ട് അഴിമതിക്കാരായ ആളുകളെ രംഗത്ത് പുറത്താക്കുക എന്നുള്ള നിലവാരത്തിൽ അവർക്കെതിരായ നടപടി സ്വീകരിക്കുക എന്ന നിലവാരത്തിൽ തന്നെ ആപ്ലിക്കേഷൻ മന്ത്രി നേരിട്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ കൊണ്ടുവരും. ശ്രീ ക്യാൻസ്ലാൻ. സാർ, റവന്യൂ വകുപ്പിലെ മിക്കവാറും സേവനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭൂമി ഏറ്റെടുക്കൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പ്രത്യേക ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്ന ഒരു പോർട്ടൽ കൊണ്ടുവരുവാനുള്ള നടപടി സ്വീകരിക്കും. ഇത്തവണ ജില്ലാ റവന്യൂ അസംബ്ലികളിൽ മഹാഭൂരിപക്ഷം MLA-മാരും ഉന്നയിച്ചൊരു പ്രശ്നം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങളൊരു കണക്ക് നോക്കിയപ്പോൾ 2011 മുതൽ 2016 വരെ ഏറ്റെടുത്തതിൻ്റെ എത്രയോ ഇരട്ടി ഭൂമിയാണ് കിഫ്ബി വന്നതിന് ശേഷം നമുക്ക് ഏറ്റെടുക്കേണ്ടതായി വരുന്നത്. എല്ലായിടത്തും ഭൂമി ഏറ്റെടുക്കാൻ കിഫ്ബിയുടെ ഭാഗമായിട്ട് അനുവാദം കൊടുക്കുമ്പോൾ തന്നെ നേരത്തെ നിലനിന്നിരുന്ന ലാൻഡ് അക്വസിഷൻ ആക്ട് മാറി LARR 2013 വന്നതോടുകൂടി സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരമുള്ള 6N നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ LARR 2013 നിരവധി ഭാഗങ്ങളിൽ വരികയാണ്. സാർ, അതിന് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ട്. ഒന്ന് 11(1) പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ, മറ്റൊന്ന് 19(1) പ്രകാരമുള്ള ഡിക്ലറേഷൻ, 3 അവാർഡ്. ഈ 3 ഘട്ടങ്ങളും ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ 3 ഘട്ടങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു വെബ് പോർട്ടലിന് കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റാവുന്ന വിധത്തിൽ അക്വസിഷൻ്റെ 3 ഘട്ടങ്ങളിൽ ഇടപെടാവുന്ന ഒരു വെബ് പോർട്ടലിൻ്റെ ആദ്യ മൊഡ്യൂളിൻ്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതായത് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിയുന്ന വിധത്തിൽ ആദ്യത്തെ മൊഡ്യൂൾ നമുക്ക് 100 ദിന പരിപാടികൾക്കിടയിൽ പുറത്തിറക്കാം. ബാക്കി ഡിക്ലറേഷൻ്റെയും അവാർഡിൻ്റെയും മൊഡ്യൂളുകളും തുടർന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ തന്നെ പുറത്തിറക്കി വളരെ കൃത്യതയോടുകൂടി ഓൺലൈനായി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ആഗ്രഹിക്കുകയാണ്.